ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ, പക്ഷെ നടന്നില്ല. ഞായറാഴ്ചയുടെ ഒന്ന് വീട്ടിലായിരുന്നു, അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രത്യേകിച്ച് എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അധികം കുക്കിങ്ങോ ഒന്നും ചെയ്യാത്തൊരു ദിവസം ആയതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ കുറച്ച് നേരമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും വെജിറ്റബിൾ കറിയാണ്. ഞങ്ങൾ വരുമ്പോൾ മാത്രമാണ് കേട്ടോ അമ്മ ഇങ്ങനെ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ജ്യൂസും സ്മൂത്തിയൊക്കെയാണ് അവർ രാവിലെ, ഓട്സ് അങ്ങനെയൊക്കെയാണ് രാവിലെ കഴിക്കാറുള്ളത്. ഈ അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ്. ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് അൺഹെൽത്തി ആയതുകൊണ്ടല്ല കേട്ടോ, ശരിക്കും ഈസ്റ്റ് നമ്മൾ ഒരു ലിമിറ്റഡ് അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ അൺഹെൽത്തി അല്ല. പക്ഷെ അമ്മ എന്തുകൊണ്ടോ പണ്ട് മുതലേ ഈസ്റ്റ് ഇല്ലാതെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ടേസ്റ്റാണ് എപ്പോഴും ഇഷ്ടം. ഒന്നോ രണ്ടോ നുള്ള സോഡാപ്പൊടി മാത്രം ചേർക്കും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈസ്റ്റ് ചേർക്കുന്ന പോലെ ഇങ്ങനെ പഞ്ഞി പോലൊന്നും ഇരിക്കത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ അമ്മ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു മഞ്ഞക്കറി ഉണ്ടാക്കും, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ എണ്ണ തേച്ച് അപ്പം ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലെണ്ണയാണ് മിക്കവാറും അമ്മ ഇതുപോലെ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മോൾക്കിന്ന് ഡാൻസ് ഉള്ള ദിവസമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭരതനാട്യത്തിൻ്റെ യൂണിഫോം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇതുപോലെ ശരിക്കും സൽവാർ അവൾ ഇടാറില്ല. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ഇടുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. രാത്രി ചൊള്ളുവൊക്കെ നോക്കുവാണ് കൊച്ചിന് ഇത് വേണോ. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയി കേട്ടോ. ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. മോളെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടണം. തിങ്കളാഴ്ച രാവിലെയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലും കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് തന്നെ അമ്പലമുണ്ട്, ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പം അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. മോളെ സ്കൂൾ അടുത്തായതുകൊണ്ട് ഞാൻ ഓട്ടോയിലാണ് കൊണ്ടുവിടാറുള്ളത്. കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ, ഭയങ്കര തിരക്കാണ്. ഈ ഒരു 8:30 സമയത്ത് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തിരക്കാണ് കേട്ടോ. ഇത് ഇളംകുളം ശിവക്ഷേത്രമാണ് കേട്ടോ. നല്ല ആ ഒരു അമ്പലക്കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോൾ നല്ലൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ രാവിലത്തേക്ക് ശരിക്കും അധികം ബ്രെഡും മുട്ടയായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചില്ല. കുറച്ച് പണികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കണം. പിന്നെ എനിക്ക് മാത്രമായിട്ടാണ് ലഞ്ച് ഉണ്ടാക്കുന്നത്. രാവിലെ കുട്ടിയൊക്കെ പ്രോൺസ് ഫ്രൈഡ് റൈസ് കൊടുത്തു വിട്ടു. ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒറ്റയ്ക്കാകുമ്പോൾ പരീക്ഷണമായതുകൊണ്ട് ഉണ്ടാക്കാമല്ലോ. വളരെ സിമ്പിളാണ്. ആലു കങ്മട്ട ഒരു മണിപ്പൂരി ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് 3-4 വിസിൽ, കുറച്ച് വെള്ളം ഒഴിച്ച് 3-4 വിസിൽ വേവിക്കാനായിട്ട് വെക്കുകയാണേ. കുക്കറിൻ്റെ ആവി നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ.
അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്ന ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചില കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കല്ലിച്ച് കിടക്കത്തില്ലേ, ആ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് കൈ വെച്ച് ഉടച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല മാവ് പോലെ വരുന്ന ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞു വെച്ചു. പിന്നെ വേണ്ടത് ഒരു സവോളയുടെ പകുതി, മീഡിയം സൈസിലുള്ള ഒരു സവോളയുടെ പകുതി. ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. ആകെ 3 മെയിൻ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ കുറച്ച് എണ്ണയും ഉപ്പും, അത്ര മതി. അപ്പം ഈ സവോളയും ഇതുപോലെ കുറച്ച് നല്ല കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ഒഴിക്കുകയാണ്. സാധാരണ ഈ ആലു കങ്മട്ട് ഉണ്ടാക്കാനായിട്ട് മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നമുക്കിവിടെ കടുകെണ്ണ അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ങിയിട്ടില്ല ഇതുവരെ. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തെടുത്തു. അതിനകത്തോട്ട് ആ ഒരു സവോള അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യത്തില്ലേ, ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ. സവോളയ്ക്ക് ആ ഒരു കയ്പ്പ് വരുന്ന രീതിയിൽ നിറം മാറിപ്പോകരുത്. പിന്നെ അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് എണ്ണ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ പാനിലുണ്ടാവും. അപ്പം നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് സവോളയിൽ നിന്ന് എണ്ണ അങ്ങ് മാറ്റിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി ഓയിലി ആയിരിക്കത്തില്ല. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 എണ്ണം. അത് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒത്തിരി സ്പൈസി ആയിരിക്കത്തില്ല. എന്നാലും നമ്മൾ ഇതിനകത്ത് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കത്തില്ല. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 4 എണ്ണം ഇട്ടു. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒത്തിരി കരിഞ്ഞു പോരുത്, എന്നാൽ നന്നായിട്ട് മൂത്ത് കിട്ടുകയും വേണം. മുളക് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും വരുമല്ലോ. ഇതിനകത്ത് വേറെ ഒത്തിരി മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഓണിയൻ്റെയും അതുപോലെ ഈ മുളകിൻ്റെ ഒരു രുചിയായിരിക്കും ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ടെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. അല്ലെങ്കിൽ കൈവച്ച് നല്ലപോലെ ഉടച്ചെടുത്താലും മതി. കൈവച്ച് ചെയ്യുമ്പോൾ ചിലപ്പം കൈ നീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഇടികല്ലിലോട്ടിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത് വീണ്ടും നമുക്ക് ആ ഒരു സവോള ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുമില്ല, ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കൈവച്ച് തന്നെ നല്ല പോലെ അങ്ങ് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ കല്ലിച്ച് കിടന്നു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില റെസിപ്പീസിൽ ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. കാണുമ്പോൾ ഈ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണ് ഉണ്ടാവാൻ നമുക്ക് തോന്നും. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ശരിക്കും ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ആലു കങ്മട്ട് റെഡി. അപ്പോൾ ഇതിന് ഒരുപാട് സൈഡ് ഡിഷൊന്നും വേണ്ട. ഞാനൊരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് നമ്മുടെ നാടൻ കറികളല്ലാതെ വേറെ സ്റ്റേറ്റ്സിലൊക്കെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസൊക്കെ ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടതൊക്കെ ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. ഒറ്റയ്ക്കുള്ളപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് കൂടുതലും നല്ലത്. അഥവാ ഫ്ലോപ്പായി പോയാലും കുഴപ്പമില്ലല്ലോ. നമുക്കൊരു മുട്ട പൊരിച്ചതും കൂട്ടി വേണമെങ്കിലും ചോറ് കഴിക്കാം. പിന്നെ നല്ലതാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇത് ഫ്ലോപ്പായില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചില ഡിഷസൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നത്തില്ല. സിമ്പിളായിരിക്കും, വളരെ കുറച്ച് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്നൊരു ലഞ്ചായിരുന്നു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ആലു കങ്മട്ട് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്കൊരു നെവർ എൻഡിങ്, അതായത് ഒരിക്കലും തീരാത്ത കുറേ പണികളുണ്ടല്ലോ വീട്ടിൽ.
അതിലെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത 1-2 കാര്യങ്ങളാണ്. തുണി അലക്കി മടക്കി വയ്ക്കുക. അത് പിന്നെയും നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പം ഇത് എവിടെ നിന്നാണ് ഇത്രയും ഡ്രസ്സൊക്കെ ആരാ ഇട്ടതെന്ന് തോന്നും. അതുപോലെ ഇങ്ങനെ കുന്നുകൂടി വരും. അതുപോലെ തന്നെ പാത്രം കഴുകുന്നതും എത്ര നമ്മൾ കഴുകി ഒതുക്കി വെച്ചാലും സിങ്ക് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലേ. ഇത് തന്നെ. അപ്പോൾ ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടു. ഇപ്പോൾ വൈകുന്നേരം പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടാണ് ഷോപ്പിങ്ങിന് പോയത്. കുറേ സ്നാക്സൊക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. സാധാരണ സൺഡേ ആണ് പോകാറുള്ളത്. അപ്പോൾ ഇന്നലെ അമ്മയുടെ അടുത്തായിരുന്നതുകൊണ്ട് തിങ്കളാഴ്ചയാണ് ഇന്നത്തെ ഷോപ്പിംഗ്, ഈ ആഴ്ചത്തെ ഷോപ്പിംഗ്. പർപ്പിൾ എടുക്കുക, കണ്ടോ? മതിയോ? മതിയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തൊട്ടേ നോക്കി വെച്ചിരുന്നൊരു സാധനം കേട്ടോ, ഈ വിളക്ക് തേക്കുന്ന ലിക്വിഡ്. വിളക്ക് പിന്നെ ബ്രാസിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തേച്ചെടുക്കുന്ന ലിക്വിഡ് കേട്ടോ. ഞാൻ സാധാരണ സബീന പൗഡറും പിന്നെ ഇടയ്ക്ക് പുളിയൊക്കെ ഇട്ടാണ് കഴുകാറുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ടാമറിൻ്റെ ഒക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അത് എളുപ്പമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തൊന്ന് കഴുകി. പ്ലം കുറേ നാളായിരുന്നു കേട്ടോ കഴിച്ചിട്ട്. അപ്പോൾ അത് മേടിച്ചു. എപ്പോഴും ഫ്രൂട്ട്സിൽ കുറച്ച് നേരം വിനീഗറിലോ മഞ്ഞൾപ്പൊടിയിലോ ഒക്കെ ഇട്ട് വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊന്ന് കഴുകി വെച്ചു. അപ്പോൾ വിളക്ക് തേച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എൻ്റെ വിളക്ക് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വൃത്തിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നാലും നമുക്ക് കഴുകുമ്പോൾ അറിയാമല്ലോ. ഇതിനകത്ത് നേരിട്ട് തന്നെ 1-2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ തേച്ച് കഴുകി എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിളക്ക് നല്ലപോലെ തേച്ച് തരുന്നത് അമ്മയാണ് കേട്ടോ. ഞാൻ സബീനയുടെ പൗഡർ വെച്ച് മാത്രമേ കഴുകാറുള്ളൂ. അമ്മ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അമ്മ വിളക്ക് കൊണ്ടുപോയി അതിനകത്ത് നല്ലപോലെ പുളിയിട്ട് കഴുകി കൊണ്ടുതരും. അപ്പോൾ നല്ല തിളങ്ങിയിരിക്കും കേട്ടോ. പക്ഷേ ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആ പുളിയിട്ട് കഴിയുന്ന പോലെ തന്നെ നല്ല തിളക്കത്ത് കിട്ടിയിട്ടുണ്ട്. ഈ താളത്തിലുണ്ടായിരുന്ന ആ ഒരു ഇതുപോലെ ഇല്ലേ, കറ പോലെ, അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അത് കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ പോകുന്നില്ലായിരുന്നു കേട്ടോ. സബീനായിട്ട് കഴുകിയിട്ട് പോകുന്നില്ലായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നോക്കും കേട്ടോ. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചു നോക്കാം. വളരെ കുറച്ച് മതി നമുക്ക് കഴുകാനായിട്ട്. സുധം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബ്രാസ് പാത്രങ്ങളൊക്കെ കഴുകാനും ഇത് യൂസ് ചെയ്യാം. Thank you for watching.